വിജയുടെ നമസ്കാരം. നമസ്കാരം. ട്രംപ് അധികാരത്തിൽ വരുമ്പോൾ ആരും ഇത്രയ്ക്ക് അങ്ങോട്ട് പ്രതീക്ഷിച്ച് കാണില്ല. ചില ഭ്രാന്തൻ നിലപാടുകളൊക്കെയാണ് ട്രംപ് എടുക്കുന്നത് എന്നുള്ള വിമർശനങ്ങൾ പല ഭാഗത്തു നിന്നും ഉയർന്നു വരുന്നുണ്ട്. ട്രംപ് അനുകൂലികളുടെ ഭാഗത്തു നിന്ന് തന്നെ ഉയർന്നു വരുന്നുണ്ട്. ജന്മാവകാശ പൗരത്വം എടുത്ത് കളയുക, അങ്ങനെ എടുത്ത് കളയുകയാണെങ്കിൽ ട്രംപിന്റെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ജെ ഡി വാൻസിന്റെ ഭാര്യ ഉഷയുടെ പൗരത്വം ആദ്യം എടുത്ത് കളയണം എന്നൊക്കെയാണ് അമേരിക്കയിൽ നിന്ന് വരുന്ന വിമർശനം എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള എടുത്ത് കളയുക, ട്രാൻസ്ജെൻഡേഴ്സിനെയും LGBTQI+ കമ്മ്യൂണിറ്റിയെയും അംഗീകരിക്കാതിരിക്കുക. അത് കേട്ടപ്പോൾ ഇവിടുത്തെ സുഡാപ്പികൾക്ക് എന്തായാലും സന്തോഷമായി. കേരളത്തിലെ ഇസ്ലാമിസ്റ്റുകൾക്ക് മഴവില്ലങ്ങ് മാനത്ത് മതി എന്ന് പറഞ്ഞുകൊണ്ട് അവർ സോഷ്യൽ മീഡിയയിൽ അർമാദിക്കുന്നുണ്ട്. അതൊക്കെ അങ്ങോട്ട് പോട്ടെ. അപ്പൊ അങ്ങനത്തെ നിലപാടുകൾ കൊണ്ടുവരിക, പല രാജ്യങ്ങളെയും കയറി ചൊറിയുക, പനാമ കനാൽ പിടിച്ചെടുക്കൂ എന്ന് പറയുക, കാനഡ ഞങ്ങളുടെ ഒരു രാജ്യമാക്കും, ഞങ്ങളുടെ അമേരിക്കയുമായിട്ട് ചേരുമെന്ന് പറയുക, അങ്ങനെ ലോകത്തിനെ മുഴുവൻ പിടിച്ചുലയ്ക്കുന്ന പ്രസ്താവനകളും കാര്യങ്ങളും. ഇപ്പൊ അമേരിക്ക എന്ന് പറഞ്ഞാൽ ലോക പോലീസാണല്ലോ. ഇപ്പം മറ്റേ കൂടെ പോയ സിംഹമാണെങ്കിലും ആ ഒരു പേരുണ്ട്. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ വാക്കുകൾ ലോകരാജ്യങ്ങളൊന്ന് ശ്രദ്ധിക്കും. അപ്പൊ അങ്ങനെ ശ്രദ്ധിക്കുന്ന ആ സമയത്ത് ഈ ലോകരാജ്യങ്ങൾ പലരും പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇയാളുടെ തലയ്ക്ക് വല്ല ഓളവും ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. കാരണം പനാമ കനാൽ പിടിച്ചെടുക്കുക, ഈ കാനഡ ഞങ്ങളുടെ രാജ്യമാക്കുമെന്ന് പറയുക, അതായത് അമേരിക്കയുടെ 51ാമത്തെ സംസ്ഥാനമാക്കുമെന്ന് പറയുക. അതുപോലെ തന്നെ ട്രംപ് ഇപ്പോ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പൊ മറ്റേ മെക്സിക്കോ അതിർത്തിയിൽ ഒരു വലിയ തീരുമാനം ട്രംപ് എടുത്തിട്ടുണ്ട്. അങ്ങനെ പല പല തീരുമാനങ്ങൾ, ഒരു ദിവസം തന്നെ പല തീരുമാനങ്ങൾ ട്രംപ് എടുക്കുന്നു. ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് ചാടി പുറത്തു പോവുക, ഇനിയിപ്പോ നാളെ അകത്ത് കയറുമെന്ന് അറിഞ്ഞൂടാ. കാരണം ലോകാരോഗ്യ സംഘടനയിൽ ട്രംപ് പുറത്തുപോയ ആ ഒരു ഗ്യാപ്പ് നോക്കി ചൈന കയറി അടിച്ചിട്ടുണ്ട്. കാരണം ഞങ്ങൾ ലോകാരോഗ്യ സംഘടനയ്ക്ക് ഫണ്ട് ചെയ്യും എന്നാണ് പറയുന്നത്. അമേരിക്കയുടെ സകല വിടവും ഞങ്ങൾ നിർത്തുമെന്നാണ് ചൈന പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് അമേരിക്ക പുറത്തു പോയി കഴിഞ്ഞാൽ ആത്യന്തികമായിട്ട് അമേരിക്കയ്ക്ക് തന്നെയാണ് അതിന്റെ ദോഷം എന്ന് പറഞ്ഞ വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. അതൊക്കെ അവിടെ നിന്നോട്ടെ. ഇപ്പോ ഇന്ത്യയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം, അതായത് കുടിയേറ്റക്കാരെ ഇപ്പൊ അനധികൃതമായി അമേരിക്കയിൽ നിന്ന് കുടിയേറ്റക്കാരെ പിടിച്ച് പുറത്താക്കുമെന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ട്. അത് വളരെ നല്ല കാര്യമാണ്. അത് ഏതൊരു രാജ്യത്തും, നമ്മുടെ രാജ്യം പോലും അംഗീകരിക്കുന്ന കാര്യമാണ്. കാരണം നമ്മുടെ രാജ്യം ഈ കുടിയേറ്റ ഭീകരത കൊണ്ട് പൊറുതിമുട്ടുന്ന ഒരു രാജ്യമാണ്, ബംഗ്ലാദേശിൽ നിന്നൊക്കെയുള്ള. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ കുടിയേറിയവരെ പുറത്താക്കുമെന്ന് പറയുമ്പോൾ അതിൽ 18,000 ഇന്ത്യക്കാരും ഉണ്ട് എന്നുള്ളതാണ് അതിലൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇപ്പൊ ഇന്നലെ തന്നെ നമ്മൾ പുറത്തുവിട്ട ഒരു വാർത്തയുണ്ട്. ദേശീയ തലത്തിൽ ആ വാർത്ത ചർച്ചയാണ്, പക്ഷെ കേരളത്തിലെ മാധ്യമങ്ങളൊന്നും വലിയ ഇമ്പോർട്ടൻസ് കാണിച്ചിട്ടില്ല. അതായത് 20,000 കനേഡിയൻ വിദ്യാർത്ഥികളെ കാണാനില്ല. അവര് ഏപ്രിൽ മാർച്ച് മാസങ്ങളിൽ 2024 റിപ്പോർട്ട് ചെയ്യേണ്ടവര് കോളേജുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അപ്പൊ രണ്ട് കാരണങ്ങളാണ് പ്രധാനമായിട്ടും ഇവരെ റിപ്പോർട്ട് ചെയ്യാത്തതിനെ കുറിച്ച് പറയുന്നത്. ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ അവര് അമേരിക്കയിലേക്ക് കടന്നു കാണും എന്നുള്ളതാണ്, കുടിയേറി കാണും. കാരണം സ്റ്റുഡന്റ് വിസ പെർമിറ്റിൽ വന്നിട്ട് അമേരിക്കയിലേക്ക് കുടിയേറി കാണും. ഈ കുടിയേറുമ്പോൾ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുടിയേറണമെങ്കിൽ ഈ പട്ടാളത്തിന്റെ കണ്ണ് വെട്ടിച്ച് വേണം അതിർത്തി കടന്ന് അപ്പുറത്തോട്ട് പോകാനായിട്ട്. ഈ പട്ടാളത്തിന്റെ കണ്ണ് വെട്ടിച്ച് അപ്പുറത്തോട്ട് പോകണമെങ്കിൽ ഈ പ്രദേശം എന്ന് പറയുന്നത് കനത്ത ശൈത്യമുള്ള പ്രദേശത്തൂടെയാണ് കടന്നു പോകേണ്ടത്. ഒരുപാട് പാടുപെടണം. അപ്പൊ ആ ശൈത്യമുള്ള പ്രദേശത്തൊക്കെ കൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ഒരു ഫാമിലിയൊക്കെ അതുവഴി കടന്നു പോയപ്പോൾ ഈ വഴിതെറ്റി ആ ശൈത്യത്തിൽ തണുത്ത് മരവിച്ച് മരിച്ചു പോകുന്ന ഒരു കാഴ്ചയൊക്കെ കണ്ടതാണ്. ഇന്ത്യ ആ കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ കുടിയേറുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോ ഇതങ്ങനെ കുടിയേറിയവരല്ല, അവർക്കെതിരെയുള്ള നടപടി വരുമായിരിക്കാം. ഈ പണ്ട് കാലം മുതലേ കുടിയേറിയ ആൾക്കാരുണ്ട്, അവർക്ക് 18,000 ഇന്ത്യക്കാരുണ്ട്, അനധികൃതമായിട്ടാണ് അവരിവിടെ വന്നിരിക്കുന്നതെന്നും അതുകൊണ്ട് അവരെ നമ്മൾ പുറത്താക്കുമെന്ന് പറയും. ഇന്ത്യ അതിൽ നിലപാട് അറിയിച്ചിട്ടുണ്ട്. ഈ കാര്യത്തിൽ ഇന്ത്യ ആശങ്കപ്പെടേണ്ടതായിട്ടുള്ള എന്തെങ്കിലും ആവശ്യം ഉണ്ടോ എന്നുള്ളത് എന്റെ ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഈ താരിഫ് വർദ്ധിപ്പിക്കുമ്പോൾ അത് ഇന്ത്യക്ക് ഗുണകരമായിട്ട് ഭവിക്കുമോ അതോ ദോഷകരമായിട്ട് ഭവിക്കുമോ? എന്താ തോന്നുന്നു? ഈ 11,000 പേരെ അവിടുന്ന് പുറത്താക്കുന്നത് കൊണ്ട് ഇന്ത്യക്ക് എന്തെങ്കിലും ദോഷകരമായി ബാധിക്കുമെന്ന് വെച്ചാൽ ഇന്ത്യ അത് വലുതായിട്ട് അഫക്ട് ചെയ്യില്ല. കാരണം നരേന്ദ്രമോദി സർക്കാരിന്റെ ഒന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ രണ്ടാമത് നരേന്ദ്രമോദി സർക്കാരിന്റെ കാലഘട്ടം നോക്കിയാൽ നമ്മൾ വിവിധ രാജ്യങ്ങളിൽ നിന്ന് അവിടെ യുദ്ധത്തിന്റെയും മറ്റു പശ്ചാത്തലത്തിൽ ആയിരക്കണക്കിന് ഇന്ത്യക്കാരെ ഒഴിപ്പിച്ചുകൊണ്ട് വന്നതാണ് നമ്മൾ. ഇതിപ്പോൾ നമ്മൾ ഈ ഒഴിപ്പിച്ചുകൊണ്ട് വരുന്ന ഈ 11,000 പേര്, ഈ 11,000 പേര് എന്ന് പറയുന്നതിൽ ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള, ഹൈ പ്രൊഫൈൽ ആയിട്ടുള്ള കുറെ അധികം പേരുണ്ട്. കാരണം ഇവരെല്ലാവരും അവരുടെ മെച്ചപ്പെട്ട ഒരു ജീവിതം സ്വപ്നം കണ്ടുകൊണ്ട് അതിൽ ഗവേഷണം നടത്തുന്നവരുണ്ട്. നമുക്ക് അറിയാൻ കഴിയുന്ന അങ്ങനെയാണ്. ഡോക്ടേഴ്സ് ഉണ്ട്, എഞ്ചിനീയേഴ്സ് ഉണ്ട്, ഇങ്ങനെയുള്ളവരുണ്ട്. ഇങ്ങനെയുള്ളവർക്കാണ് കൂടുതൽ ചാൻസ് യൂറോപ്യൻ കൺട്രീസിൽ കിട്ടുന്നത്. അങ്ങനെയുള്ളവരാണ് കൂടുതൽ പോയിരിക്കുന്നത്. അപ്പോ കഴിഞ്ഞ ദിവസം നമ്മുടെ നിയമകാര്യ മന്ത്രി സഹമന്ത്രി ശ്രീ കിരൺ റിഡ്ജു, പഴയ നിയമകാര്യ സഹമന്ത്രി ശ്രീ കിരൺ റിഡ്ജു പറഞ്ഞൊരു കാര്യം, ഈ 11,000 പേരെ നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ അവർ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ രാജ്യത്ത് അതിനുള്ള ഫെസിലിറ്റി ഉണ്ട്. കാരണം ഈ പോയവർക്ക് അവരുടെ ഒരു പ്രൊഫഷണൽ ആ ഒരു പ്രൊഫഷനിൽ തന്നെ തുടരാനുള്ള ഫെസിലിറ്റി ഉണ്ടായെന്ന് പറയാം. അത് പറയാനൊരു കാരണം കൂടെ. പക്ഷെ നമ്മുടെ ഈ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ഇന്ത്യയിൽ നിന്ന് പോകുന്ന ഏറ്റവും കൂടുതൽ പേര് പഞ്ചാബ്,
ഹരിയാന, ഗുജറാത്ത് തുടങ്ങിയ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നാണ് അവിടെ പോകുന്നത്. പക്ഷേ ഉം. ഈ 2023-24 കണക്കെടുക്കുമ്പോൾ അവിടുത്തെ യൂത്ത് ഇപ്പോൾ വലുതായിട്ട് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോകുന്നില്ല. വലിയ രീതിയിൽ പഴയതുപോലെ വലിയ രീതിയിലേക്ക് പോകാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല എന്ന ഒരു ചില വാർത്തകൾ വരുന്നുണ്ട്. അതിന് പിന്നിലുള്ള പ്രധാന കാരണം ഉം. ഇന്ത്യയിലേക്ക് സ്റ്റാർട്ടപ്പുകൾ വലിയ രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അതായത് മൂന്നോ നാലോ യുവാക്കൾ, പ്രത്യേകിച്ച് ഉം. എഞ്ചിനീയറിംഗോ അല്ലെങ്കിൽ IT പ്രൊഫഷണൽസോ ആയ മൂന്നാല് യുവാക്കൾ ചേർന്നിട്ട് ഈ സ്റ്റാർട്ടപ്പുകൾ, അത് വിവിധ തരത്തിലുള്ള സ്റ്റാർട്ടപ്പുകളാണ്, അത് ഉണ്ടാക്കുന്നതിന് കേന്ദ്ര സർക്കാർ വലിയ രീതിയിൽ പ്രോത്സാഹനം കൊടുക്കുന്നുണ്ട്. ഇത് ശരിക്കും യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. ഇന്ത്യയിലെ 10,000-കണക്കിന് സ്റ്റാർട്ടപ്പുകളാണ് ഇപ്പോഴും ഉള്ളത്. ഈ യൂത്തിന്റെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്, അതിലെ ഹരം എന്ന് പറയുന്ന ഇത്തരം സ്റ്റാർട്ടപ്പുകളാണ്. ഉം. ഈ അവരുടെ ഒരു ഐഡിയ ഇല്ലെങ്കിൽ അവരുടെ ഒരു ഇതിന് ഒരു അംഗീകാരം കിട്ടും. സ്റ്റാർട്ടപ്പുകൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ അവർക്ക് കഴിയുന്നു. നമ്മുടെ ഉം. കേരളത്തിൽ അടക്കം സ്റ്റാർട്ടപ്പുകൾ ഉണ്ട്. അത് എത്ര പേര് ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്ന് നമുക്ക് അറിയത്തില്ല. അതിന്റെ ഒരു സാധനം സ്റ്റാർട്ടപ്പുകളുണ്ട്. അപ്പം അവിടുന്ന് അങ്ങനെ പോക്ക് ഇല്ല. അപ്പൊ ഈ 18,000 പേരടുത്ത് ഇങ്ങനെയാണ് നമ്മൾ ഇന്നലെ നമ്മുടെ മന്ത്രി പറഞ്ഞത്. അത് മാത്രവുമല്ല, ഇന്ത്യ മാത്രമാണ് ലോകത്തിൽ ആദ്യമായിട്ട് തന്നെ ഈ കുടിയേറ്റക്കാരെ പുറത്താക്കും എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞത്, തങ്ങളുടെ പൗരന്മാരുണ്ട് എങ്കിൽ ഉറപ്പായും ഞങ്ങൾ തന്നെ പോയി അവരെ കൊണ്ടുവരും. കാരണം ഉം. അത് ശരിയല്ലല്ലോ. കാരണം ഇന്ത്യയുടെ പൗരന്മാർ ലോകത്ത് എല്ലായിടത്തുമുണ്ട്. ഇന്ത്യക്ക് ഒരു നിലപാടേ ഉള്ളൂ. അത് അമേരിക്കയോട് പറയുന്ന നിലപാടല്ല. എല്ലാവരോടും ഞങ്ങൾക്ക് ഒരു നിലപാടേ ഉള്ളൂ. ഞങ്ങളുടെ പൗരന്മാർക്ക് എന്തെങ്കിലും അപകടങ്ങൾ പറ്റിയാലോ ഇല്ല എങ്കിൽ അവർ എവിടെയെങ്കിലും ഇലീഗലായിട്ട് കുടുങ്ങി കിടപ്പുണ്ടെങ്കിലോ അത് ഞങ്ങൾ അവരെ തിരികെ കൊണ്ടുവരാൻ ബാധ്യസ്ഥരാണ്. നമ്മുടെ രാജ്യം, ഞങ്ങളുടെ ഉം. പോളിസി അതാണ്, ഞങ്ങൾ കൊണ്ടുവന്നിരിക്കും എന്നാണ് പറഞ്ഞത്. അത് ഈ ലിസ്റ്റ് പരിശോധിക്കുന്നുണ്ടെന്ന് കൂടി അദ്ദേഹം പറയുകയുണ്ടായി. അപ്പൊ ഇന്ത്യയെ സംബന്ധിച്ച് ഇതൊരു ചെറിയ സംഖ്യയാണ് 18,000 പേര് എന്ന് പറയുന്നത്. പക്ഷെ മറ്റു അതെ. ഇടങ്ങളിൽ അങ്ങനെയല്ല. മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്നത് ആ, ലക്ഷങ്ങളുടെ അടുത്ത് വരുന്ന ആളുകളാണ് പോകുന്നത്. ഒരു സമൂഹം മുഴുവനാണ് പോകുന്നത്. ഇവിടെയാണ് ഇതിന്റെ പ്രശ്നങ്ങൾ വരുന്നത്. ഇന്ത്യയെ സംബന്ധിച്ച് ഇത് വലിയൊരു തിരിച്ചടി എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഇതിന്റെ ഒരു മറുഭാഗം കൂടി നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. ഈ വിസ നിയന്ത്രണങ്ങൾ ഒരു ഇളവ് വരുത്തുമെന്ന് ട്രംപ് പറയുകയും ചെയ്തിട്ടുണ്ട്. അതായത് ലീഗലായിട്ട് പ്രോപ്പർ ചാനലിലൂടെ വിസയ്ക്ക് അപ്ലൈ ചെയ്ത് പോകുന്ന ഇന്ത്യൻസിന് കുറച്ചുകൂടി ഞങ്ങൾ വിസ ചട്ടങ്ങൾ ഇളവ് വരുത്തും എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ഡ്യൂറേഷൻ കാലയളവൊക്കെ കുറയ്ക്കും എന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. അതായത് ഉം. ഇല്ലീഗലായിട്ടുള്ളവർ ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക്, അതായത് ലീഗലായിട്ട് സിറ്റിസൺഷിപ്പിനല്ല, ലീഗലായിട്ട് ജോലിക്കും മറ്റും പോകുന്നവർക്ക് പോകാനുള്ള ഒരു ഡോർ കൂടി ഇപ്പുറത്ത് ഓപ്പൺ ആകുന്നുണ്ട് എന്നുള്ളത് വലിയൊരു ഉം. കാര്യം തന്നെയാണ്. പക്ഷെ മറ്റുള്ള കുടിയേറ്റക്കാരെ പുറത്താക്കുമ്പോൾ അങ്ങനെയല്ല, അവരെ ചവിട്ടി പുറത്താക്കുകയാണ് ചെയ്യുന്നത്. അതിനൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നടക്കുന്ന ഈ അക്രമ സംഭവങ്ങൾ, അമേരിക്ക നടക്കുന്ന അക്രമ സംഭവങ്ങൾക്കും മറ്റുമൊക്കെ പ്രധാന ഉത്തരവാദികൾ ഈ കുടിയേറ്റക്കാരാണ് എന്നാണ് ട്രംപ് അപ്പോഴും ഇപ്പോഴും പറയുന്നത്. കാരണം ഈ ഉം. അമേരിക്ക മുഴുവൻ പ്രശ്നം ഉണ്ടാക്കുന്ന ഈ കുടിയേറ്റക്കാരാണ്. പ്രത്യേകിച്ച് ഈ കത്തിക്കുത്ത്, അതുപോലെ അവരുടെ പ്രധാന സർക്കാർ മന്ദിരങ്ങളിലേക്ക് ട്രക്കിടിച്ചു കയറ്റല്, ഇങ്ങനെയൊക്കെയുള്ള കലാപരിപാടികൾ ചെയ്യുന്നവര്, അതായത് അവിടെ ഈ ഭീകരവാദത്തിന്റെ ഒരു തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ ഒരു വലിയ സാന്നിധ്യം അവിടെ കാണുന്നുണ്ട് എന്ന് ട്രംപ് ഓപ്പൺ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. പിന്നെ ട്രംപിനെ കുറിച്ച് നമുക്ക് പറയുകയാണെങ്കിൽ, ഈ ചിലപ്പോൾ നമ്മൾ തമാശക്ക് പറയില്ലേ ചില ആൾക്കാരെ കുറിച്ച്, ഓട്ടോറിക്ഷയാണെന്ന് പറയുന്നത് പോലെയാണ്. എപ്പോ എങ്ങോട്ട് തിരിയുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എനിക്ക് തോന്നുന്നു ഇന്നലെ ഉം. ധനുഷ് തന്നെ ചെയ്തൊരു വാർത്തയുണ്ട്. അൽഖ്വയ്ദയുടെ ആണോ ഒരു ഭീകരനെ ട്രംപ് ഒസാമ ബിൻ മോചിത ലാദന്റെ സുഹൃത്ത്. ഒസാമ ബിൻ ലാദന്റെ സുഹൃത്തിനെ ഒരു വഴിക്ക് പുള്ളി തുറന്നു വിടുന്നുണ്ട്, മറുവഴിക്ക് പുള്ളി ഉം. പറഞ്ഞ ഈ ഇസ്ലാമിസ്റ്റ് ഭീകരർ എവിടെ ഉണ്ടെങ്കിലും താൻ പ്രതിജ്ഞ എടുത്തിരിക്കുന്നതാണ്, അവരെ കൊന്നു കുഴിച്ചു മൂടുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഉം. രണ്ട് കാര്യങ്ങളുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ച് ഈ 18,000 പേരെ ഈ ഇതിൽ നിന്ന് പുറത്താക്കുമ്പോൾ അത്രയും തന്നെ നമുക്കൊരു വിസ ചട്ടങ്ങളിൽ ഒരു ചെറിയ ഒരു ഇളവ് തന്നുകൊണ്ട് നമുക്ക് പ്രൊഫഷണൽസ് ഉം. ആയിട്ടുള്ളവരെ ലീഗലായിട്ട് തന്നെ നമുക്ക് അവിടെ എത്തിക്കാൻ കഴിയുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇന്ത്യയെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇന്ത്യയും ഒരു വലിയ കുടിയേറ്റക്കാരെ പുറത്താക്കാൻ ഉള്ള നടപടികൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇന്നൊരു ഉം. വലിയ വാർത്ത ആസാമിൽ നിന്ന് വന്നിരുന്നു. ആസാമിലെ സർക്കാരിനെ സുപ്രീം കോടതി വിമർശിച്ചിരിക്കുകയാണ്. 270ഓളം വരുന്ന അനധികൃത കുടിയേറ്റക്കാരെ നമ്മൾ തടങ്കൽ പാളയത്തിൽ താമസിപ്പിച്ചിരിക്കുക ആസാമില്. അവിടുത്തെ ജയിൽ, ഉം. ഈ തടങ്കൽ, ഈ പിന്നെ ഈ എന്താ പറയുന്നത്, ജയിലിൽ ഡിറ്റൻഷൻ സെന്റർ. പാർപ്പിച്ചിരിക്കുക. ആ അപ്പം സുപ്രീം കോടതി ചോദിക്കുന്നു, ഇവരെ എന്തിനാണ് തീറ്റിപ്പോറ്റുന്നത്, ഇവരെ പറഞ്ഞു വിടാൻ ഇതുവരെ നിങ്ങൾക്ക് പറ്റുന്നില്ല, അതിനെന്താണ് ഇത്ര താമസമെന്ന് ആസാം സർക്കാരിനോട് ചോദിച്ചിരിക്കുകയാണ്. അത് വലിയൊരു കാര്യമാണ്. കോടതി ഇടപെടുകയാണ്. കോടതി പറയുന്നത്, കുറെ നാളായില്ലേ, ഇവര് നമ്മുടെ പൗരന്മാരല്ല, ഇവരെ അനധികൃതമായി കുടിയേറിയവരാണ്, ഇവരെ പുറത്താക്കൂ എന്നാണ് പറയുന്നത്. അതെന്തുകൊണ്ട് വൈകി എന്നാണ് സുപ്രീം കോടതി ചോദിക്കുന്നത്. ഉം. അതല്ലാതെ പുറത്താക്കണ്ട എന്നല്ല. അപ്പൊ നമ്മളും അതിന്റെ ഒരു ഓപ്പറേഷൻസ് തുടങ്ങിയിട്ടുണ്ട്. വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ആസാമിലാണ് ഇത് ആദ്യം തുടങ്ങിയത്.
അവരിപ്പോൾ വളരെ മുൻപോട്ട് അത് പോയി കഴിഞ്ഞിരുന്നു. നമ്മൾ തന്നെ എനിക്ക് തോന്നുന്നു ആസാമിലും ഈ കുടിയേറ്റക്കാരെ പിടികൂടിയ കേസൊക്കെ ഒരുപാട് തവണ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 6-7 മാസം മുമ്പ് ജമ്മു കാശ്മീരിൽ നിന്ന് അനധികൃതമായി താമസിച്ച റോഹിംഗ്യ 169 റോഹിംഗ്യകളുടെ ഫാമിലികളെ നമ്മൾ പിടികൂടി പുറത്താക്കിയിട്ടുണ്ട്. ഉം. ത്രിപുരയിൽ നമ്മൾ പിടികൂടുന്നുണ്ട്, പശ്ചിമ ബംഗാളിലുണ്ട്, അങ്ങനെ വിവിധ സ്ഥലങ്ങളുണ്ട്. അപ്പം നമ്മൾ വലിയൊരു ഇവിടുത്തെ കുടിയേറ്റക്കാരെ ഒരു വലിയ പങ്ക് ഈ പൗരത്വ ഭേദഗതി നിയമം അനുസരിച്ച് നമ്മളെ പുറത്താക്കാൻ ഒരു നടപടി നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മൾ ഉം. ഈ ഒരു നിലപാട് എടുക്കുന്നത് കൊണ്ട് ലോക രാജ്യങ്ങൾക്ക് ആർക്കും നമ്മളെ ചോദ്യം ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ എന്തുകൊണ്ട് ഇവരെ ഉം. പുറത്താകുന്നു? കാരണം നമ്മുടെ നിലപാട് ഒരു രാജ്യത്തും അനധികൃതമായിട്ടുള്ളവർ തങ്ങരുത്, താമസിക്കരുത്. ഇനി ഏതെങ്കിലും ഉം. രാജ്യത്ത് ഞങ്ങളുടെ പൗരന്മാരുണ്ടെങ്കിൽ ആ പൗരന്മാരെ ഞങ്ങൾ തിരിച്ചു വിളിക്കുന്നു. അപ്പൊ ഉം. നമ്മുടെ രാജ്യത്ത് നിന്ന് പുറത്താക്കുമ്പോൾ ആർക്കും ചോദിക്കാനുള്ള അവകാശമില്ല. കാരണം നമ്മുടെ പോളിസി ഇതാണ്. നമുക്ക് പ്രധാനപ്പെട്ട അതെ. 2 പോളിസി നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം കൊണ്ടുവന്നു. ഒന്ന്, നമ്മളെ ഉം. ആരെങ്കിലും ആക്രമിച്ചാൽ അതിർത്തി കടന്നും പോയി അടിക്കാം. ആ പോളിസിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്തത്. മറ്റേ ഒക്ടോബർ 7 ആ ആക്രമണത്തിന് ശേഷം ഇസ്രായേൽ തിരിച്ചടിച്ചപ്പോൾ നമ്മൾ പറഞ്ഞത് അത് അവരുടെ എന്താണ് കടമയാണ്, അവർക്ക് അങ്ങനെ ചെയ്യാൻ അതെ. അവകാശമുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. റഷ്യ അടിച്ചപ്പോഴും നമ്മൾ ഈ നയം തന്നെയാണ് പറഞ്ഞത്. അതിർത്തി കടന്നിട്ട് ഉം. അടിച്ചിട്ടുണ്ടോ തിരിച്ചടിക്കാം എന്നാണ് പറഞ്ഞത്. ഇതേ നയം തന്നെ ഈ 2 നയങ്ങളും നമുക്കുണ്ട്. ഇല്ലീഗലായിട്ട് ആരും ഒന്നും താമസിക്കാൻ പാടില്ല. പക്ഷെ ഇതിനകത്ത് പെട്ടുപോകുന്ന ചില ആളുകളോടും ഉണ്ട്. അതും കൂടെ നമുക്ക് ഉം. ഇതിനകത്ത് കാണാതിരിക്കാൻ കഴിയില്ല. അത് ഈ പഞ്ചാബിൽ നിന്നൊക്കെ കുടിയേറിയ ഈ റീസെന്റ്ലി കുടിയേറിയിട്ടുള്ള ചില ഖാലിസ്ഥാൻ സംഘടനയിൽ ഉം. പ്രവർത്തിക്കുന്നവരുമുണ്ട്. അവരുടെ അവസ്ഥ എന്താകും എന്ന് ഒരു പിടിയുമില്ല. കാരണം അതിപ്പോ അവിടുന്ന് ഡിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഇന്ത്യയിലേക്ക് വന്ന് ഇറങ്ങാനും പറ്റില്ല. കാരണം ഇന്ത്യയിലേക്ക് വന്ന് ഇറങ്ങി കഴിഞ്ഞാൽ എയർപോർട്ടിൽ വെച്ച് തന്നെ തൂക്കിയെടുത്തോണ്ട് പോകും. അവരുടെ ഒരു അവസ്ഥയും പരിതാപകരമാണ്. കാരണം ഈ കാനഡ വഴി ചാടിയ ടീമുകൾ ധാരാളം പേരുണ്ട്. അത് പഞ്ചാബിൽ ഉം. നിന്നുള്ള അനവധി പേരുണ്ട്. അവര് കാരണം ഈ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നടക്കുന്നത് പഞ്ചാബിലും മറ്റുമൊക്കെ ഇതുപോലെ വിഘടനവാദ പ്രവർത്തനങ്ങളും മറ്റും നടക്കും. പോലീസിന്റെ മറ്റും ഒക്കെ അന്വേഷണങ്ങൾ ശക്തമാകുമ്പോൾ ഇവർ നേരെ കാനഡയിലേക്ക് ചാടുകയാണ്. അവിടെ നിന്നും മാറിയ അതെ. ആ ഒരു സംഘവും ഈ കൂട്ടത്തിൽ പെട്ട് കിടക്കുകയാണ്. അവരുടെ കാര്യത്തിൽ എന്താണ് തീരുമാനം എന്ന് അറിയാൻ കഴിയില്ല. കാരണം അതാണ് ഇന്ത്യ പറയുന്നത്, ലിസ്റ്റ് പരിശോധിക്കട്ടെ ഞങ്ങളുടെ ആണോ ഇല്ല എന്നുള്ളത്. കാരണം ഉം. ഇതിനകത്തൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ വളരെ ഈസി ആയിട്ട് ഇവിടെ എത്താൻ പറ്റുമ്പോൾ മറ്റവന്മാര് എത്തും, പക്ഷെ പോകുന്ന വീട്ടിലേക്ക് ആയിരിക്കില്ല എന്ന് മാത്രം. അതാണ് അവരുടെ ഒരു പ്രശ്നം. ഇതാണ് ഉം. കുടിയേറ്റത്തിനെ കുറിച്ചുള്ളത്. രണ്ടാമത്തെ ഒരു വിഷയം എന്ന് പറയുന്നത് ട്രംപിന്റെ താരിഫുമായി ബന്ധപ്പെട്ട ഒരു വലിയ വിഷയമാണ്. ഇതിൽ വളരെ കൗതുകകരമായ ഒരു കാര്യമുണ്ട്. ട്രംപ് പറഞ്ഞിരിക്കുന്നത് 100% ടാക്സ് നിങ്ങൾ എല്ലാ രാജ്യങ്ങൾക്കും ഏർപ്പെടുത്തും എന്നുള്ളത് തന്നെയാണ്. അമേരിക്ക ഫസ്റ്റ്, ഞങ്ങൾക്ക് ജീവിക്കണം, ഞങ്ങൾക്ക് മുമ്പോട്ട് പോകണം എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം. നല്ല കാര്യം തന്നെയാണ്. പക്ഷെ അതിനകത്തൊരു വലിയ പ്രശ്നം ഞാൻ കാണുന്നത്, ഞാൻ മാത്രമല്ല ലോകത്തെ എല്ലാ നിരീക്ഷകരും കാണുന്ന ഒരു വലിയ പ്രശ്നം, ഇങ്ങനെ എല്ലാ രാജ്യങ്ങൾക്കും, അതായത് ഇപ്പൊ യൂറോപ്യൻസ് എന്തുകൊണ്ടാണ് ചൈനയുടെ ഉൽപ്പന്നം വാങ്ങുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റു രാജ്യങ്ങളുടെ ഉൽപ്പന്നങ്ങളെക്കാൾ 40% വിലക്കുറവാണ് ചൈനയുടെ ഉൽപ്പന്നങ്ങൾക്ക്. അതുകൊണ്ടാണ് ഉം. ചൈനീസ് ഉൽപ്പന്നങ്ങൾ അവർ വാങ്ങുന്നത്. അപ്പൊ ഈ ഉൽപ്പന്നങ്ങൾക്കൊക്കെ താരിഫ് വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ ചൈന അപ്പോൾ സ്വാഭാവികമായി അങ്ങോട്ടേക്കുള്ള കയറ്റുമതി നിർത്തിവെക്കും. കാരണം ഈ ഉം. വലിയ ടാക്സ് കൊടുത്തിട്ട് ഒരു സാധനം ഇറക്കുന്നതുകൊണ്ട് ചൈനയ്ക്ക് വലിയ ലാഭമില്ല. ചൈന പോലും അതെ. അവരുടെ രാജ്യത്ത് വിയറ്റ്നാമിൽ നിന്ന് ചില കാര്യങ്ങൾ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. ഉം. ഒന്ന് ആലോചിച്ച് നോക്കി, ചൈനയുടെയാണ് ചീപ്പ് സാധനം, അവരുടെയാണ് പല രാജ്യങ്ങളും വാങ്ങുന്നത്. ചൈന ഉം. വിയറ്റ്നാമിൽ നിന്ന് ചില സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. നമ്മളും ഇപ്പൊ വിയറ്റ്നാമുമായിട്ട് ചില ട്രേഡിങ് തുടങ്ങിയിട്ടുണ്ട്. അവരുടെ ചില വാഹന വിപണികൾക്കൊക്കെ വേണ്ടിയിട്ട് ഇപ്പൊ നമ്മുടെ ഡൽഹിയിൽ നടക്കുന്ന ഈ ഓട്ടോ എക്സ്പോയിൽ അവരുടെ വിയറ്റ്നാമിന്റെ വാഹനങ്ങൾ ഉം. ഷോ ഉം. ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഒരുപക്ഷെ തുറന്നു കൊടുത്തേക്കുന്നുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്, അത് വില കുറഞ്ഞ് എവിടുന്ന് കിട്ടുമോ? നമ്മളിപ്പോ ഒരു ഓയിൽ ട്രേഡിംഗ് ഒക്കെ നടക്കുന്ന അങ്ങനെ വില കുറഞ്ഞ് എവിടുന്ന് കിട്ടും, ആ ഒരു സാധനം നമ്മൾ വാങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ എല്ലാ രാജ്യങ്ങളുടെ ഉം. സാധനത്തിനും ഞങ്ങൾ 100% ടാക്സ് ഏർപ്പെടുത്തും എന്ന് പറഞ്ഞാൽ അമേരിക്കൻ ജനതയെ അത് കുറച്ചുകൂടെ ദുരിതത്തിലാക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം അവർക്ക് ഉം. സ്വന്തം രാജ്യത്ത് ഉത്പാദിപ്പിക്കുന്ന ഉൽപ്പന്നം വാങ്ങേണ്ടതായി വരും. അതിന് വലിയ പണം അവർക്ക് നൽകേണ്ടതായി വരും, ഒന്ന്. രണ്ടാമത് അമേരിക്കയിൽ അതിന്റെ ഉത്പാദനം വലിയ രീതിയിൽ കൂട്ടേണ്ടതായിട്ടും വരും. ഇത് രണ്ടും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം ഇന്നലെ ഉം. വരെ നമുക്ക് തന്നെ അറിയാം, നമ്മുടെ വിപണിയിൽ നിന്നൊക്കെ ഈ കമ്പ്യൂട്ടറിന്റെ ഒക്കെ ഒരു ബാൻ വന്നപ്പോൾ, ഈ മൊബൈൽ ഫോണിന്റെ ഒക്കെ, ചൈന മൊബൈൽ ഫോണിന്റെ ഒക്കെ ഒരു ബാൻ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ പിന്നെ ഉം. എത്ര രൂപ മുടക്കിയിട്ടാ ഫോൺ വാങ്ങിച്ചത്? ധനുഷിന് ഓർമ്മ കാണുമല്ലേ, 2000 രൂപ അതെ. 3000 അതെ. അതെ. രൂപയൊക്കെ സ്മാർട്ട് ഫോണും അതൊക്കെ നമ്മൾ പല വെറൈറ്റിയിൽ ഉപയോഗിച്ചു നടന്നു. അതിന്റെ ഒരു ബാൻ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്ക് 10,000 15,000 ഒക്കെ മുടക്കി ഫോൺ വാങ്ങേണ്ടതായിട്ട് വന്നു. കമ്പ്യൂട്ടറും ഒക്കെ നമുക്ക് നല്ല വില കൊടുക്കേണ്ടതായിട്ട് വന്നു. പിന്നെ നമ്മൾ ചൈനീസിന്റെ ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഉപേക്ഷിച്ചത് മൂലം നമുക്ക് വില കൂടിയ സാധനങ്ങൾ, അപ്പൊ കച്ചവടക്കാർ തന്നെ പറയുന്നുണ്ടായിരുന്നു, ചൈനക്കാരുടെ ഇപ്പൊ ഒന്നും വരുന്നില്ല, അതുകൊണ്ട് നമുക്ക് ഈ തുക മുടക്കി മുമ്പോട്ട് പോവുക എന്നുള്ളത്. വിപണി രണ്ട് ഉം. തരത്തിലാണ്. ഒന്ന്, പണക്കാർക്ക് മാത്രമുള്ളതല്ലല്ലോ വിപണി, സാധാരണപ്പെട്ടവനും കൂടെയാണ് വിപണി. അതായത് 100 രൂപ അതെ. ഉള്ളവന് കിട്ടുന്ന അതേ സാധനത്തിന്റെ ക്വാളിറ്റി കുറവാണെങ്കിലും ഏകദേശം അതുപോലെയൊക്കെ ഉള്ളത്
ഒരു 50 രൂപയ്ക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിനും കൂടെ ചേർന്നതാണ് വിപണി. എല്ലാവർക്കും ഉള്ളവനും ഇല്ലാത്തവനും കൂടാണ് വിപണി. ഇവിടെയാണ് മറ്റു രാജ്യങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വരുമ്പോൾ മത്സരാധിഷ്ഠിതമായതിന് പണം കുറഞ്ഞ ആ ഒരു പർച്ചേസിംഗിൽ ഒരു മത്സരമുണ്ടായി. പക്ഷെ അത് രണ്ടും സംഭവിക്കുന്നില്ല. പക്ഷെ ഇവിടെ ഇന്ത്യ ഇപ്പോൾ മുൻപോട്ട് വെച്ചിട്ട് ഇന്ത്യക്കും ഇത് ബാധകമാണ്. ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങൾക്കും ഈ താരിഫ് ചുമത്തുമെന്ന് ട്രംപ് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇന്ത്യയോടുള്ള കലിപ്പിന് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്രിക്സ് ആണ്. 10ഓളം രാജ്യങ്ങൾ ചേർന്നിട്ട് നാറ്റോയ്ക്ക് ബദലായിക്കൊണ്ട് ബ്രിക്സ് രൂപീകരിച്ചിട്ടുണ്ട്. റഷ്യ, ചൈന, ഇന്ത്യ, ഈജിപ്റ്റ്, UAE അടക്കം, ബ്രസീൽ അടക്കമുള്ള രാജ്യങ്ങളാണ്. അപ്പോ ഈ കഴിഞ്ഞ ബ്രിക്സ് ഉച്ചകോടി നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയൊക്കെ പങ്കെടുത്ത ബ്രിക്സ് ഉച്ചകോടിയിൽ ശ്രീമാൻ പുടിൻ ഒരു ബ്രിക്സ് നോട്ടിന്റെ പടം ബ്രിക്സ് രാജ്യങ്ങൾ ചേർന്ന് ഡോളറിന് ബദലായിക്കൊണ്ട് ഒരു നാണയം പുറത്തിറക്കുന്നു, ഒരു പടം പ്രദർശിപ്പിക്കുകയുണ്ടായി. അദ്ദേഹം അത് ബ്രിക്സ് നാണയമാണെന്ന് പറഞ്ഞതായിട്ട് വാർത്തയില്ല. നമ്മൾ ന്യൂസിന്റെ മലയാളം ആ വാർത്ത നൽകിയിരുന്നു. അദ്ദേഹം അത് പറഞ്ഞതായിട്ടില്ല. ഭയങ്കരമായിട്ട് അദ്ദേഹം പറഞ്ഞില്ല ഇത് നമ്മുടെ ബ്രിക്സ് രാജ്യങ്ങളുടെ നാണയമാണെന്നോ ഒന്നും അദ്ദേഹം പറഞ്ഞില്ല. പക്ഷെ അദ്ദേഹം ഈ എല്ലാവരും കൂടിയിരിക്കുന്ന ഇവരുടെ ഒരു മീറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അൺഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു മീറ്റിംഗ് ആയിരുന്നു, ഒഫീഷ്യൽ അല്ലായിരുന്നു. ആ ചടങ്ങിൽ അദ്ദേഹം ഇങ്ങനെ ഒരു നോട്ട് പ്രദർശിപ്പിച്ചിരുന്നു. ആ നോട്ടിന്റെ നടുക്ക് എല്ലാ രാജ്യങ്ങളുടെയും പതാകകളും ഒക്കെ പതിപ്പിച്ചിട്ടുള്ള ഒരു സാധനം. അന്നത് വലിയ വാർത്താ പ്രാധാന്യം നേടി. ഡോളറിന് ബദലായിക്കൊണ്ട് ഒരു ബ്രിക്സ് ഒരു നാണയം ഇറക്കുന്നു. ചൈന, ഇന്ത്യ, അതിലെ ചെറിയ രാജ്യങ്ങൾ ആരുമില്ല, എല്ലാം വലിയ രാജ്യം. അപ്പൊ അതൊരു ചൊടിപ്പിക്കലുണ്ട്. ആ ഒരു ഇതിൽ ട്രംപ് ഇന്ന് അതിനോട് അനുബന്ധിച്ച് ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്: ഞങ്ങൾക്കെതിരെ ബ്രിക്സ് രാജ്യങ്ങൾ നാണയം ഇറക്കാൻ ഒരുങ്ങുകയാണ് എങ്കിൽ ഞങ്ങൾ അത് നശിപ്പിച്ച് കളയും, തകർത്ത് കളയും. അതിൽ എല്ലാ രാജ്യങ്ങളും കഠിനമാണ്. അതിൽ അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്, ഡയലോഗ്: ഇന്ത്യ, ബ്രസീലും കഠിനമാണ്, പക്ഷെ ചൈന അവർ അതികഠിനമാണ്, ഒട്ടും പറഞ്ഞാൽ കേൾക്കാത്തവരാണ്, അവരെ ഞങ്ങൾ പാഠം പഠിപ്പിക്കും എന്നാണ് പറഞ്ഞത്. ഇന്ത്യയും ബ്രസീലിനെയും ഉപയോഗിച്ച വാക്ക് കഠിനം ആണ്, സ്ട്രോങ് ആണ് അവര്. പക്ഷെ ചൈന അങ്ങനെയല്ല, ഒട്ടും പറഞ്ഞാൽ കേൾക്കാത്തവരാണ്, ഞങ്ങൾ അവരെ ഒരു പാഠം പഠിപ്പിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞൊരു വാക്ക്. അതാണ് പറഞ്ഞത്. അത് തന്നെയല്ല, ചൈന അങ്ങനെ വലിയ, നേരത്തെ ധനുഷ് പറഞ്ഞ നമുക്ക് പിന്നെ ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് അമേരിക്ക പോയതിന് തൊട്ട് പിന്നാലെ ചൈന പറയുന്നത് എന്നാ പിന്നെ ഞങ്ങളെ കയറ്റി ഇരുത്തിക്കും, ഞങ്ങള് അമേരിക്ക തന്നാണെങ്കിൽ ഞങ്ങളും ഫണ്ട് തരാം എന്ന് പറയുന്ന അവസ്ഥ. അപ്പം ഇവിടെ ഒരു കാര്യം, ഇന്ത്യ ഇപ്പോൾ അതിനെ മറികടക്കാൻ ചെയ്യുന്ന ഒരു തന്ത്രം ഇന്ത്യയെ സംബന്ധിച്ച് പറയണമെങ്കിൽ നമ്മുടെ IT മെഡിസിൻ മേഖലയിലാണ് നമ്മൾ കയറ്റുമതി കൂടുതൽ അമേരിക്കയിലേക്ക് ഉള്ളത്. നമ്മൾ അവിടുത്തെ ഉൽപ്പന്നങ്ങൾ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്നുമുണ്ട്. അതിൽ ചില ഉൽപ്പന്നങ്ങൾ, അത് ഈ അമേരിക്കൻ വിസ്കി, അതുപോലെ തന്നെ ഓയില്, അങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ, അമേരിക്കൻ ഓയിൽ, ആ ഓയിൽ പോലെ അങ്ങനെയൊക്കെയുള്ള ചില ഉൽപ്പന്നങ്ങൾക്ക് നമ്മുടെ ഇവിടെ കുറച്ചുകൂടെ വിപണി കൂടുതലാക്കും. അതായത് അവർക്ക് കുറച്ച് കൂടുതൽ ഇറക്കുമതി ചെയ്യാൻ അനുവദിച്ചുകൊണ്ട് നമ്മൾ ഈ താരിഫിന് മറികടക്കുകയാണ്. അപ്പൊ അത്രയും അനുവദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് അമേരിക്കയ്ക്ക് കുറച്ചുകൂടെ വിപണി കൂടുതൽ കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മളുടെ കയറ്റുമതിക്ക് ഉള്ള സാധനങ്ങളുടെ താരിഫിൽ അവർ ഇളവ് വരുത്തുകയാണ്. അതായത് 100% എന്നുള്ളത് ചിലപ്പോൾ ഒരു 60-70 ആക്കും. അതിന് പകരം നമ്മൾ ഇതേപോലുള്ള ഉൽപ്പന്നങ്ങൾക്ക് കുറച്ചുകൂടി ഒരു വിപണി നമ്മൾ, ശരി നിങ്ങൾ കുറച്ചുകൂടെ കൂടുതൽ നിങ്ങൾ ഇവിടെ കൊണ്ട് വിറ്റോ, ഞങ്ങളുടെ അതിന് ടാക്സ് കുറച്ചതാ എന്നൊരു രീതിയാണ് നമ്മൾ പോകുന്നത്. പക്ഷെ നമ്മൾ അമേരിക്കയെ മാത്രം കണ്ടുകൊണ്ടല്ല പോകുന്നത്. കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ആസിയാൻ രാജ്യങ്ങളുമായിട്ട് നമ്മൾ ബന്ധം വെക്കുന്നു, വിയറ്റ്നാം പോലുള്ള ചെറു രാജ്യങ്ങളുമായിട്ട് ബന്ധം വെക്കുന്നു, ദക്ഷിണ കൊറിയയും ജപ്പാനുമായിട്ട് ബന്ധം വെക്കുന്നു. അങ്ങനെ നമ്മൾ ഇതിന്റെ പാരലായിട്ട് വേറൊരു മൂവ്മെന്റും നടത്തുന്നുണ്ട്. ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അമേരിക്കയുടെ ഈ പുതിയ നീക്കത്തിനോടനുബന്ധിച്ച് അമേരിക്ക ഒരു ചെസ്സിലെയൊക്കെ എന്താണ് പറയുക, ഒരു കരു നീക്കുമ്പോൾ ഇന്ത്യയും സമാനമായ രീതിയിൽ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മൾ കാണുന്നത്. കാരണം ബംഗ്ലാദേശിന്റെ ഇഷ്യൂ നമ്മൾ ഈ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ, അതായത് കേവലം 4 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ, അതായത് ട്രംപ് അധികാരത്തിലേക്ക് 4 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നമ്മൾ അവതരിപ്പിച്ചു. പാകിസ്ഥാനുമായിട്ടുള്ള നമ്മുടെ ട്രേഡിങ്ങിനെ കുറിച്ച് നമ്മൾ കാര്യങ്ങൾ അവതരിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ അവതരിപ്പിച്ചു കഴിഞ്ഞിട്ട്, കാരണം എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ മുൻപോട്ട് നീക്കുക എന്നുള്ളത് തന്നെയാണ്. ഇവിടെ ഇന്ത്യയെ സംബന്ധിച്ച് ഭയക്കാനായിട്ട് ഒന്നുമില്ല. കാരണം ട്രംപ് വെറുപ്പിക്കുന്ന രാജ്യങ്ങളുടെ കൂട്ടത്തിൽ ഇന്ത്യ മാത്രമല്ല ഉള്ളത്. ചൈനയുണ്ട്, റഷ്യയുണ്ട്, ബ്രസീലുണ്ട്, അങ്ങനെ ഈ ബ്രിക്സ് രാജ്യങ്ങൾ എല്ലാം ഉണ്ട്. അപ്പൊ അവരെല്ലാം ഒറ്റക്കെട്ടായിട്ട്, ഞാൻ പറഞ്ഞില്ല, ഇപ്പോഴത്തെ ഒരു ലോക സാഹചര്യത്തിൽ ഒരു രാജ്യത്തിന് മാത്രമായിട്ട് ഒറ്റയ്ക്ക് മുൻപോട്ട് പോകാൻ കഴിയില്ല. ഒരു സമൂഹം, നമ്മുടെ നാട്ടിലും അങ്ങനെയല്ല, ഒരു സമൂഹത്തിന്, ഒരു വീട്ടുകാർക്ക് ഒറ്റയ്ക്ക് മുൻപോട്ട് പോകാൻ കഴിയില്ല. എല്ലാവരുടെയും സഹായ സഹകരണത്തിലാണ് മുൻപോട്ട് പോകുന്നത്. അപ്പൊ അമേരിക്കയുടെ ഈ കടമെടുത്തുന്ന രീതിയിൽ ട്രംപ് മുമ്പോട്ട് പോകുമോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. ചില വിട്ടുവീഴ്ചകളും കാര്യങ്ങളും ചെയ്യും. ട്രംപ് ആയതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല, ഈ ഓട്ടോറിക്ഷ പോലെയാണ്, എപ്പോഴാണ് എങ്ങോട്ടാണ് മാറുന്നത് നമുക്ക് പറയാൻ കഴിയില്ല എന്നുള്ളതാണ്. എന്തായാലും ട്രംപ് വന്നു കഴിഞ്ഞു. ട്രംപിന്റെ പല നയങ്ങളും ട്രംപ് വ്യക്തമാക്കി കഴിഞ്ഞു. പലതും ട്രംപ് ഇപ്പം എഴുത്തുകുത്തുകളിലാണ്. അതിനി യഥാർത്ഥത്തിലുള്ള രേഖകളിലോട്ട് വരണം. ട്രംപ് അത് പ്രാവർത്തികമാക്കി തുടങ്ങണം. അത് പ്രാവർത്തികമാക്കുമ്പോൾ അറിയാം ട്രംപിൻ വിചാരിച്ചത് ഇത് തന്നെയാണോ
അല്ലെങ്കിൽ ഇത് നമ്മുടെ ഈ റീൽസിലൊക്കെ കാണുന്ന ഒരു ഫേമസ് ഡയലോഗ് ഉണ്ട്, ഇത് അവന്റെ അഭിനയമാണെങ്കിൽ അവനൊരു അവാർഡ് കൊടുക്കണം എന്ന് പറയുന്നത് പോലെ, ഇത് പേടിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതാണെങ്കിൽ ഒരു അവാർഡ് കൊടുക്കണമെന്ന് പറയുന്നത് പോലെയാണ് കാര്യങ്ങൾ. എന്തായാലും കണ്ടറിയാം ട്രംപ് കയറി കഴിഞ്ഞു, ഇനി എന്താണ് സംഭവിക്കുക ലോകക്രമത്തിൽ എന്നുള്ളത്. താങ്ക് യു ചേട്ടാ, താങ്ക് യു.